ഇന്ത്യയിൽ വലിയൊരു ഡിബേറ്റ് നടക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ 10ഓളം രാജ്യസഭാ മെമ്പേഴ്സിൽ 7ഓളം പേര് ആ പാർട്ടി വിട്ടിട്ട് BJPയിൽ ജോയിൻ ചെയ്തു, രാഘവ ചഡ്ഡയുടെ നേതൃത്വത്തിൽ. അതിലേറ്റവും തമാശ, BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ പോലും, അതായത് അർണബ് ഗോസ്വാമിയുടെ ആണ് മറ്റുള്ള ചാനൽ പോലും അതിനെ കളിയാക്കുകയാണ്. കാരണം 1.5 ആഴ്ച മുമ്പ് രാഘവ ചഡ്ഡയെ ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും മാറ്റി വേറെ ആളിനെ കൊണ്ടുവരുന്നു. അയാൾ ഉൾപ്പെടെയാണ് ആ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട്, അതായത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് ഒരൊറ്റ സുപ്രഭാതത്തിൽ എല്ലാവരും കൂടെ BJPയിലോട്ടങ്ങ് പോയി. അപ്പോൾ ഇന്ത്യയിലൊക്കെ വലിയ ഡിസ്കഷനും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ പാർട്ടി, അതായത് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ പാർട്ടിയാണ്. കേജ്രിവാൾ ന്യൂ ജനറേഷൻ, ഒരു IRS ഓഫീസർ, VRS എടുത്തിട്ട് ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. പൊളിറ്റിക്കൽ പാർട്ടി, ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ, ആൻറ്റി കോൺഗ്രസ് അജണ്ടയുമായിട്ട് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള മൂവ്മെൻറ്റ്, അതിൽ നിന്നും സോഷ്യൽ മീഡിയ താരമായിട്ട് വന്നയാളാണ് ഈ പറയുന്ന കേജ്രിവാൾ. അല്ലാതെ പുള്ളിക്കെന്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളത്? സോഷ്യൽ മീഡിയയിൽ നിന്നും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്സ് കളിച്ച് ഡൽഹിയുടെ 3-4 പ്രാവശ്യം ഡൽഹി മുഖ്യമന്ത്രിയായി, ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്നൊരു നേതാവായി, പഞ്ചാബിൽ ഭരണത്തിലുമായി. കേരളത്തിലുണ്ട് ആം ആദ്മി പാർട്ടി. എന്തുകൊണ്ടാണ് ഇത്രയും നേതാക്കൾ ഒരുമിച്ച് രാജ്യസഭയിൽ നിന്ന് 10 പേരിൽ 7 പേരും പാർട്ടി വിട്ടങ്ങ് പോയത്? ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എനിക്ക് ആം ആദ്മി പാർട്ടിയെ കുറച്ച് അധികം അറിയാം. എനിക്ക് കേജ്രിവാളിലൊക്കെ പേഴ്സണൽ ബന്ധമുള്ള ആൾ. അയാൾ ഈ പാർട്ടിയിലൊക്കെ വരുന്നതിന് മുമ്പേ എനിക്ക് ഈ പറയുന്ന മൂവ്മെൻ്റൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് കേജ്രിവാളിനെ പേഴ്സണലി പരിചയമുണ്ട്. കാരണം ഉള്ള പത്ര ഓഫീസിൽ മുഴുവനും ഓരോ പത്രക്കുറിപ്പായിട്ട് കയറി നടക്കുന്ന സമയത്ത് പോലെ എനിക്ക് ഇയാളെ അറിയാം. പല ആക്ടിവിസ്റ്റ് മൂവ്മെൻറ്റുകളായിട്ടൊക്കെ നടക്കുന്ന സമയത്ത്. കേജ്രിവാളിൻ്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് അയാൾക്ക് ഈ ഗ്രൗണ്ട് പൊളിറ്റിക്സ് അറിയത്തില്ല. ഒരു ഗ്രൗണ്ട് രാഷ്ട്രീയമുണ്ട്. എല്ലാവരും വന്നു, എല്ലാവരെയും പിടിച്ചു ചേർത്തു. അതിനകത്ത് വന്നവരധികം ആക്ടിവിസ്റ്റുകളായിരുന്നു. പിന്നെ സെലിബ്രിറ്റികൾ വന്നു, അവരെയും പിടിച്ചു ചേർത്തു. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരാണ്. അല്ലാതെ ആം ആദ്മി പാർട്ടിക്ക് യാതൊരു ഐഡിയോളജിയും ഇല്ല. കറപ്ഷനെതിരെ പറയുവാണെങ്കിൽ തന്നെയും കഴിഞ്ഞ ഡൽഹിയിൽ ഈ കേജ്രിവാളിൻ്റെയൊക്കെ ഭരണ സമയത്ത് എനിക്ക് നേരിട്ടറിയാവുന്ന എത്രയോ അഴിമതികൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോടത്ത് എല്ലാത്തിലും, ഉരുവപ്പെട്ട എല്ലാത്തിലും അവർ പണം മേടിച്ചിട്ട് തന്നെയാണ് നടത്തിയേക്കുന്നത്. അതൊക്കെ ചുമ്മാ ആൾക്കാർ പറയുന്നതാണ്, കൃത്യമായിട്ടറിയാം. അഴിമതിയുടെ അങ്ങേയറ്റമായിരുന്നു കേജ്രിവാളിൻ്റെ ഗവൺമെൻറ് ഡൽഹിയിൽ. പിന്നീട് ഈ മദ്യ കേസുമായിട്ട്, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട് ഈ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട പല അക്കൗണ്ടുകൾ ഇവർക്കാരാണ് ഈ പണം കൊടുക്കുന്നത്, അതിനെയൊക്കെ ED അവിടെയൊക്കെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് നേരത്തെ ടൈമിലെ ഉണ്ടായി, അത് കഴിഞ്ഞ് കുറച്ച് അധികമായി, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ കേജ്രിവാളിൻ്റെ ഗവൺമെൻറ്റിനും കേജ്രിവാളിൻ്റെ പാർട്ടിക്കും അതിനകത്തുള്ള പല ആൾക്കാർക്കും ഭയമായി. പാർട്ടി റൺ ചെയ്യാൻ വേണ്ടി പണം വേണം. ജനകീയ പാർട്ടിയായിരുന്ന ആൾക്കാരുടെ ഡൊണേഷനിലാണ് ഈ പാർട്ടി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പലയിടത്തും ഇലക്ഷൻ വരുന്നുണ്ട്, പാർട്ടി വർക്കുകളുണ്ട്, കൺവെൻഷൻ വേണം, അത് വേണം, ഇത് വേണം, അവിടെ ഇവിടെയൊക്കെ മത്സരിക്കുന്നുണ്ട് പല സ്റ്റേറ്റുകളിൽ. അപ്പം ഇതിന് പണം വേണം. അപ്പം അതിനെന്താണ് വഴി? ഇവിടെയാണ് കേജ്രിവാളിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്, അതായത് അയാൾക്ക് രാഷ്ട്രീയം അറിയത്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയാൾ കാണിച്ച ഭൂലോക മണ്ടത്തരം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞിട്ടൊരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. പഞ്ചാബിൽ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. മനസ്സിലാക്കുക, ഈ പഞ്ചാബിൽ ഇതിൻ്റെ പാർട്ടിക്ക് പെട്ടെന്ന് ബേസ് ഉണ്ടായതാണ്. അല്ലാതെ ഇതിന് വലിയ രീതിയിലുള്ള വേരോട്ടമുള്ള ഒന്നുമില്ല. അവിടെ നേരത്തെ കോൺഗ്രസ് ഭരിച്ചു, അതിനു മുമ്പ് അകാലിദൾ ഭരിച്ചു. അപ്പം അതിനെ മാറ്റണമെന്ന് അവിടെയുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന BJPക്ക് അവിടെ യാതൊരു പോസിബിലിറ്റി ഇല്ല, എവിടെ നിന്നാലും ജയിക്കത്തുമില്ല. അപ്പം ഉറപ്പായിട്ടും ഓൾട്ടർനേറ്റീവായിട്ട് ഈ ഡൽഹിക്ക് അടുത്ത് കിടക്കുന്ന പഞ്ചാബിനോടുള്ള താല്പര്യം വന്നു. അങ്ങനെ പഞ്ചാബിൽ ഈ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിനെ
ഇല്ലാതാക്കിയിട്ട് ഇവർ അധികാരത്തിൽ വന്ന് മനസ്സിലാക്കുക. ഈ പാർട്ടിയുടെ കംപ്ലീറ്റ് അജണ്ട എന്ന് പറയുന്നത് ആൻറ്റി കോൺഗ്രസ് ആണ്. ഈ ആൻറ്റി കോൺഗ്രസുമായിട്ട് ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആം ആദ്മി പാർട്ടിക്കകത്തുള്ളവരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ BJP-കാരാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട നേതാവാണ് രാഘവ് ചഡ്ഡ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, നല്ലപോലെ സംസാരിക്കാൻ അറിയാം. അതിനകത്ത് ഒത്തിരി ആക്ടിവിസ്റ്റുകളും പത്രക്കാരൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും രാഘവ് ചഡ്ഡ അതിനേക്കാളും നന്നായിട്ട് സംസാരിക്കും. വളരെ ആർട്ടിക്കുലേറ്റഡ് ആണ്. ഈ പറയുന്ന കേജ്രിവാളിനേക്കാൾ ഏറ്റവും കൂടുതൽ BJP അറ്റാക്ക് ചെയ്യുന്ന രാഘവ് ചഡ്ഡയാണ്. ഇനി രാഘവ് ചഡ്ഡയുടെ റൂട്ട് എടുത്ത് നോക്കാം. അതായത് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ പഞ്ചാബി ഫാമിലി. ആ ഫാമിലിക്കകത്തുള്ള കംപ്ലീറ്റ് ആൾക്കാരും അവരുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും അവരെല്ലാം ഹാർഡ് കോർ RSS സംഘപരിവാർ BJP ആണ്. അപ്പോൾ പുതിയ തലമുറയുടെ താരമായിട്ട് രാഘവ് ചഡ്ഡ കയറി വരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാവാകുന്നു, MLA ആകുന്നു, അതാകുന്നു. അവസാനം പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലോട്ട് കയറുന്നു. ഇതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇനി അയാളുടെ കയ്യിൽ നിന്ന് രാജ്യസഭ MP ആകാൻ വേണ്ടി ഈ പറയുന്ന അരവിന്ദ് കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി എത്ര രൂപ വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് നേരിട്ടറിയാവുന്ന പല കേസുകളുണ്ട്. പഞ്ചാബിൽ നിന്നും ഈ പറയുന്ന സന്ദീപ് പട്ടേലിൽ നിന്നും ഈ പറയുന്ന പല ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ മെമ്പേഴ്സ്, ഡൽഹിയിലുള്ളവരും അതേപോലെ പഞ്ചാബിലുള്ളവർ മനസ്സിലാക്കുക, ഇവരൊന്നും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരോ നേതാക്കളോ ഒന്നുമല്ല. ഹർഭജൻ സിംഗ് ഒരു ക്രിക്കറ്ററാണ്. അയാളുടെ കയ്യിൽ നിന്ന് ഏകദേശം 50-60 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. കാരണം ക്രിക്കറ്റിൽ നിന്ന് ഔട്ടായി. അന്ന് രാജ്യസഭ MP ആകട്ടെ. കാരണം എല്ലാവർക്കും ഈ ലോക്കൽ ഫണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയാൻ ഏകദേശം 5 കോടിയോളം കിട്ടും. അപ്പം അതിനകത്ത് ഇവർ പലയിടത്തും ഈ വർക്ക് വീതിച്ച് നൽകുന്നതിന് 15-20% കട്ട് കിട്ടും. അപ്പം അതിൽ നിന്ന് ഈ പൈസ കിട്ടും, ഇതങ്ങ് മുതലാക്കാം. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഈ കേജ്രിവാളിൻ്റെ പാർട്ടിക്ക് ഫണ്ട് കിട്ടുകയും ചെയ്തു. ഈ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ, അതായത് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ മെമ്പേഴ്സായിട്ട് വന്ന എല്ലാവരും പണം കൊടുത്തിട്ടാണ്, അതായത് ആം ആദ്മി പാർട്ടിക്ക് പണം കൊടുത്തിട്ടാണ് ഇവരെല്ലാം രാജ്യസഭാ മെമ്പേഴ്സ് ആയേക്കുന്നത്. എനിക്ക് നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. പണം കൊടുത്ത് രാജ്യസഭാ മെമ്പറായിട്ട് വരുന്ന പല ബിസിനസ്സുകാർക്കും മനസ്സിലാക്കുക, ഇവർക്ക് ഗവൺമെൻറ്റുകളെ പേടിയാണ്. കാരണം ഇവരൊക്കെ ബിസിനസ്സുകാരായിരിക്കാം, ഫിലന്ത്രോപ്പിസ്റ്റ് ആയിരിക്കാം, ചാരിറ്റി ചെയ്യുന്നവരായിരിക്കാം. ഇന്ത്യയിലെ ഒരു ബിസിനസ്സുകാരൻ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു പരിധി കൂടുതൽ മേപ്പോട്ട് ബിസിനസ് നടത്തണം എന്നുണ്ടെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും വേണം. ടാക്സ് വെട്ടിപ്പോ, ആ വെട്ടിപ്പ്, ഈ വെട്ടിപ്പ്, 100ഓളം വെട്ടിപ്പ് നടത്താതെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിനിവർക്ക് പൊളിറ്റിക്കൽ ക്ലൗട്ട് വേണം, 100%. ഈ പറയുന്ന പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു, അവർ വളരെ സേഫായി. അപ്പോൾ ഇവർ പണം കൊടുത്തു, ഇവരായി. അവർ ഡൽഹിയിൽ വന്നു. ഈ വന്നു കഴിയുമ്പം BJP ആണ് ഭരണത്തിലിരിക്കുന്നത്. BJP ഭരണത്തിലിരിക്കുമ്പോൾ ഇവർക്കെല്ലാം പേടിയാണ് BJPയുടെ EDയും CBIയും. കാരണം ഇവന്മാരെല്ലാം കള്ളന്മാരാണ്, കച്ചവടക്കാരാണെങ്കിലും. പിന്നെ ഇവരുടെ ലക്ഷ്യം എന്തുവാ? സേഫായിട്ട് പോകണം, അവരുടെ സാമ്രാജ്യം കുലുങ്ങരുത്. അപ്പം ഏറ്റവും നല്ലത് BJPയിലോട്ടങ്ങ് പോവുക. മനസ്സിലാക്കുക, 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറായിട്ട് അശോക് മിട്ടലിനെ നിയമിക്കുന്നു. 3-ാമത്തെ ദിവസം അയാളുടെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നു. 3-ാമത്തെ ദിവസമാണ് റെയ്ഡ് നടക്കുന്നത്. 4-ാമത്തെ ദിവസം അയാൾ BJPയിൽ ജോയിൻ ചെയ്തു. എത്ര പെട്ടെന്ന് ഈ സംഭവങ്ങൾ മാറുന്നത്. ഇതേപോലെയുള്ള BJPയുടെ ഈ ആം ആദ്മി പാർട്ടിയുടെ ബിസിനസ്സുകാരായിട്ട് വന്ന എല്ലാ നേതാക്കളും ഇതേപോലെയുള്ള പല എൻക്വയറി വന്നു കഴിഞ്ഞാൽ അകത്തു പോകുമെന്നറിയാം. ഇത് കയറി ഫ്രീസ് ചെയ്യുമെന്നറിയാം. ഇവരുടെ പണം പിടിച്ചെടുക്കുമെന്നറിയാം. ഇതിനെപ്പറ്റി എൻക്വയറി നടക്കുമെന്നറിയാം. അതുകൊണ്ട് വളരെ സേഫായിട്ട് കളിച്ച ഗെയിമാണ്, അങ്ങോട്ടങ്ങ് പോവുക. കാരണം ഇവർക്ക് ഈ ആം ആദ്മി പാർട്ടിയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഇവരൊക്കെ ഈ പറയുന്ന പല നേതാക്കൾ, രാജ്യസഭാ മെമ്പേഴ്സും വോക്കലി ആരെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരു BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരാ പല ആൾക്കാരും. കാരണം ഒരു മോദി പ്രഭാവമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പം അവർ പണം കൊടുത്തിട്ടാണ് അയക്കുന്നത്. ഇവരോട് ഈ പറയുന്ന കേജ്രിവാൾ എങ്ങനെ തട്ടിക്കയറാൻ സാധിക്കും? 5-10 കോടിയൊക്കെ കൊടുത്തിട്ടാണ് രാജ്യസഭാ മെമ്പറായത്. കാരണം അവർക്ക് ഇത് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്ത് നഷ്ടപ്പെടും? ഈ പണം 5 വർഷം അല്ല 6 വർഷം ഇരിക്കുമ്പോൾ ഇത് തിരിച്ചിങ്ങ് വരും. ആ സമയത്ത്
ഒരുമിച്ച് പാർട്ടിക്ക് കൊടുക്കണം ഇത്രയും പണം, അത് കൊടുക്കുകയും ചെയ്തു. കാരണം അവരുടെ ബിസിനസ് വളരെ, പിന്നെ ഇതേപോലെ രാജ്യസഭാ മെമ്പർ ആയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അവരുടെ കൂട്ടുകാർക്ക് ആവശ്യമുണ്ട്, ഫാമിലി ആവശ്യമുണ്ട്, ഈസി ആയിട്ട് നടത്തിയെടുക്കുകയും ചെയ്യാം. ഇതാണ് സിമ്പിൾ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആം ആദ്മി പാർട്ടി കുടച്ചക്രമാണ്, അങ്ങനൊന്നുമല്ല. ഇപ്പോഴാണ് കേജ്രിവാളിന് പിടികിട്ടി പണം കൊടുത്ത ആൾക്കാർ MP ആയിക്കഴിഞ്ഞാൽ MLA ആയിക്കഴിഞ്ഞാൽ അവൻ ഈ പാർട്ടിക്കകത്ത് നിൽക്കത്തില്ല, ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു. കാരണം പാർട്ടിക്കകത്ത് നിൽക്കുന്നതിന് പ്രാധാന്യമുണ്ട്. സിമ്പിളായിട്ട് കേരളത്തിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടുപേരുടെ കാര്യം പറയാം. സാബു ജേക്കബിൻ്റെ 2020 അതിനകത്ത് പുതിർക്ക എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡന്റ്, സാബു ജേക്കബിൻ്റെ കാൻഡിഡേറ്റ്, അതിൻ്റെ പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ അത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വേറെ പാർട്ടിയിലോട്ടൊക്കെ പോയി. എന്തുകൊണ്ടാണ് അവർ രാജിവെച്ച് പോയത്? കാരണം ആ പാർട്ടി പ്രവർത്തിക്കുന്നവർക്കൊന്നും ഈ പാർട്ടി എന്തിനു വേണ്ടിയാണ്, ഐഡിയോളജിക്കലി ഈ പാർട്ടിയുടെ ആവശ്യം എന്തോ, വെറും ആൻറ്റി കറപ്ഷനാണോ? ഇതാണ് ബേസ് ഇല്ലാത്ത പാർട്ടികൾക്ക് വലിയ പ്രശ്നമാണ്, ആം ആദ്മി ഉൾപ്പെടെ എല്ലാ പാർട്ടിക്കും. കാരണം ഇതിന് ബേസ് ഇല്ല. എന്തിനു വേണ്ടിയാണ്, എന്താണ് ഈ പാർട്ടിയുടെ ഐഡിയോളജി? റൈറ്റ് ആണോ, ലെഫ്റ്റ് ആണോ, അതാണോ ഇതാണോ? ഒരു സുപ്രഭാതത്തിൽ സാബു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു, സുപ്രഭാതത്തിലെടുത്ത് ആടി BJP കൂടെ പോകുന്നു. അപ്പോൾ എന്ത് ഐഡിയോളജിയാണ് സാബുവിനുള്ളത്? അപ്പോൾ സാബുവിനില്ലാത്ത ഐഡിയോളജി എന്താണ് അതിൻ്റെ പ്രവർത്തകർക്കുള്ളത്? അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. എൻ്റെ ബോസ്, അതായത് ഞാൻ തെഹൽക്കയിലുണ്ടായിരുന്നു, എൻ്റെ ബോസ് KD സിംഗ്, അയാൾ ഞാനവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് JM ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരുന്നു. അതായത് പണം കൊടുത്തിട്ട്, അയാൾ വലിയൊരു കോടീശ്വരനായ ബിസിനസ്സാണ് KD സിംഗ് എന്ന് പറയുന്നത്, ആൽക്കമിസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അയാൾ എന്തെങ്കിലും 5-10 കോടി കൊടുത്തിട്ടാണ് ഇയാൾ ആ പാർട്ടിയുടെ രാജ്യസഭ, അയാളെ പറ്റി അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയം. അതിന് ശേഷമാണ് സിൻഹ എന്ന് പറയുന്ന ഒരാൾ CBIയുടെ ഡയറക്ടറായിട്ട് വരുന്നു. അയാളെ കാണാൻ പോകുന്നു, വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പ്രശാന്ത് ഭൂഷൺ ഇയാൾ കാണാൻ പോയി, അയാളുടെ കേസൊക്കെ മാറ്റി, അയാൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ഇതേ KD സിംഗ് മമതാ ബാനർജിയുടെ പാർട്ടി പോയി ജോയിൻ ചെയ്തു. കാരണം അവിടുത്തെ ടൈം കഴിഞ്ഞപ്പം വീണ്ടും അയാൾക്ക് രാജ്യസഭാ മെമ്പറാണ്. കാരണം അയാളുടെ ബിസിനസ്സും സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ എന്ത് ചെയ്തു? ഏകദേശം 15-20 കോടി TMCക്ക് കൊടുത്തിട്ടാണ് അയാൾ MP ആവുന്നത്. അതിനകത്ത് നിന്നിട്ടാണ് ഞാൻ ഈ പറയുന്ന മമതയ്ക്കെതിരെ ഓപ്പറേഷൻ നടത്തിയത്, ശാരദ ഓപ്പറേഷൻ. മനസ്സിലായി? അപ്പം എന്ത് ബന്ധമാണുള്ളത്? ഇവർക്ക് അങ്ങനെയൊന്നും, കാരണം പണം കൊടുത്തു ആയി, അല്ലാതെ പാർട്ടി ബന്ധമൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കേരളത്തിലെ നേതാവ്, അയാൾ എങ്ങനെ ആദ്യത്തെ രാജ്യസഭാ മെമ്പറാകുന്നത്? അപ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ജനതാദൾ യൂണിയൻ, അതായത് ദേവഗൗഡയുടെ പാർട്ടിയുമായി അവരെ പിന്തുണയും പിന്നെ ഇൻഡിപെൻഡൻ്റ് ആൾക്കാരുടെ പിന്തുണയോടുകൂടി ഇയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് രാജ്യസഭയിലോട്ട് വരുന്നത്. ഇയാൾ എന്താ പണം കൊടുക്കാതാകാൻ പറ്റൂ? 100% പണം കൊടുത്തിട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഇൻഡിപെൻഡൻ്റ് MPമാരെ ദേവഗൗഡയുടെ പാർട്ടി സപ്പോർട്ട് ചെയ്തിട്ട് രാജ്യസഭയിലായത്. രാജ്യസഭയിൽ പോയി, അത് ഇൻഡിപെൻഡൻ്റ്, കുറച്ച് കഴിഞ്ഞ ആൾ BJPയിലോട്ടങ്ങ് പോയി. അപ്പം ഇവർക്കൊന്നും ബേസിക്കലി രാഷ്ട്രമോ രാഷ്ട്രീയമായിട്ടോ പാർട്ടിയുമായിട്ടും ഈ പറയുന്ന ബന്ധങ്ങളൊന്നുമില്ല. അപ്പം ഇവർക്കൊന്നും ഒരു ഐഡിയോളജി ഇല്ല. അതാണ് അതിൻ്റെ കാരണം. കേജ്രിവാൾ കാണിച്ച ഭൂലോക മണ്ടത്തരമാണ്. ഡൽഹിയിൽ പല ആൾക്കാർക്കും സീറ്റ് കൊടുത്തിട്ട് പല റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് എല്ലാം പണം കൊടുത്തിട്ടാണ് പലരും MLAമാരായിരിക്കുന്നത്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. നോക്കുക എത്രത്തോളം പാർട്ടിയുടെ അതിനുവേണ്ടി അടിയും ബഹളവും സമരവും ഒക്കെ നടത്തിയ യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ, അങ്ങനെ പല ആൾക്കാർ, എത്രയോ പേര്, അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് പണം വാങ്ങിയിട്ട് പല ആൾക്കാർക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തു. അവരെല്ലാം ഒരു ദിവസം കേജ്രിവാളിനെ വിട്ടിട്ടങ്ങ് പോയി. എന്തുകൊണ്ടാണ് സഞ്ജയ് സിംഗ് കേജ്രിവാളിനെ വിട്ടുപോകാത്തത്? അയാൾ രാഷ്ട്രീയക്കാരനാണ്. കാരണം അയാൾക്ക് രാഷ്ട്രീയം അറിയാം, അയാൾ എന്തിനാണ് നിൽക്കുന്നതെന്ന് അയാൾക്കറിയാം. ഇത് മാത്രമേ ഉള്ളൂ ന്യൂ ജനറേഷൻ പാർട്ടി. അതായത് 2020 ആണെങ്കിലും കേജ്രിവാളിൻ്റെ പാർട്ടി ആണെങ്കിലും. ഇനി അടുത്ത 2020യെ പറ്റി പറയാം. പല ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുത്തു, പല സെലിബ്രിറ്റീസിന് ടിക്കറ്റ് കൊടുത്തു. അവരൊക്കെ നാളെ എവിടെ പോകുന്ന ആർക്കറിയാൻ പറ്റും? അവർ നാളെ കോൺഗ്രസിൽ പോകും, അല്ലെങ്കിൽ നാളെ നാളെ CPM. അത്രയേ ഉള്ളൂ. അവിടെയാണ് സാബു ജേക്കബിന് രാഷ്ട്രീയം അറിയത്തില്ല. ഈ പറയുന്ന കേജ്രിവാളിൻ്റെ രീതിയിലുള്ള രാഷ്ട്രീയമാണ് സാബു ജേക്കബിനും അറിയുന്നത്. അതാണ് ഈ ന്യൂ ജനറേഷൻ രാഷ്ട്രീയക്കാരന്
ഇന്ത്യയിലെ ബേസ് രാഷ്ട്രീയം അറിയത്തില്ല. അവിടെയാണ് കേജ്രിവാളിൻ്റെ രാഷ്ട്രീയത്തിനെ പറ്റി ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത്. ഒരു കാര്യം പറയാം, പഞ്ചാബിൽ ഈ പറയുന്ന മാൻ്റെ മന്ത്രിസഭയിലുള്ള പല ആൾക്കാരും ബി ജെ പിയിൽ പോവുകയാണെങ്കിലും MLA-മാർ ബി ജെ പിയിൽ പോവുകയാണെങ്കിലും ഒരു കാരണവശാലും അവിടെ ഇനി എലക്ഷൻ നടത്തുവാണെങ്കിൽ അവിടെ ബി ജെ പി അടുക്കാൻ പറ്റത്തില്ല. പഞ്ചാബിൽ അവർക്ക് തൊടാൻ പറ്റാത്ത സ്റ്റേറ്റാണ് പഞ്ചാബിൽ. അവർക്ക് പ്രവർത്തിക്കാൻ പോലും പലയിടത്തും പോകാൻ പറ്റത്തില്ല. ആ രീതിയാണ് ബി ജെ പിക്ക് യാതൊരു ക്ലച്ചസും അത് വേരുകളുമില്ലാത്തൊരു സ്റ്റേറ്റാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ബോർഡർ സ്റ്റേറ്റാണ്. അവിടെ മുസ്ലിംസ് ഉണ്ടായിട്ടാണ് അല്ല, ഏറ്റവും കൂടുതൽ സിഖുകാർ ഹിന്ദുക്കളുമാണ്. എന്തുകൊണ്ടാണ് അവർ ബി ജെ പി അടുപ്പിക്കത്തില്ല? പല ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്ത് പോലും അരുൺ ജെയ്റ്റ്ലി മത്സരിച്ചിട്ട് പോലും ജയിച്ചിട്ടില്ല. ഇതാണ് സ്ഥിതി. അപ്പം ഞാൻ അതിലോട്ടല്ല പറയുന്നത്. ന്യൂ ജനറേഷൻ പാർട്ടികൾ, അത് കേജ്രിവാളിൻ്റെ പാർട്ടിയാണെങ്കിലും മറ്റേത് പാർട്ടിയാണെങ്കിലും ഇതിനൊന്നും ലൈഫില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയാണെങ്കിൽ പോലും പലപ്പോഴും പല MP-മാരെ അവർ പാർട്ടിയിൽ നിന്ന് പണമൊക്കെ വാങ്ങാറുണ്ട്, CPM വാങ്ങാറുണ്ട്, എല്ലാവരും വാങ്ങാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ പാർട്ടിയുടെ ഐഡിയോളജിക്കകത്ത് നിൽക്കുന്ന രീതിയിലുള്ളവരെ മാത്രമേ അവർ കൊണ്ടുപോകത്തുള്ളൂ. ഒരു കാരണവശാലും ഒരു BJP-കാരന് ഇത് പണം വാങ്ങി അവരാക്കത്തില്ല. അല്ലെങ്കിൽ കേജ്രിവാൾ പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലാക്കിയവർ മുഴുവൻ പേരും BJP അനുകൂലികളായിരുന്നു. അവരുടെ ഇന്ന് പണം വാങ്ങി MP-മാരാക്കി. ഈ കേജ്രിവാളിന് ഈ ഹർഭജൻ സിംഗിനോട് ഇവരോടോ ഒരക്ഷരം മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? കാരണം പണം കൊടുത്തിട്ട് അവർ MP ആയിരിക്കുന്നത്, അല്ലാതെ പാർട്ടി പ്രവർത്തകരായിട്ടല്ല. ഇതിനകത്ത് പെട്ടുപോയത് കേജ്രിവാളും കേജ്രിവാളിൻ്റെ പാർട്ടിയാണ്. ഇനി എത്ര നാൾ ആം ആദ്മി മുന്നോട്ട് പോകാം? ഇതിനെപ്പറ്റിയൊക്കെ വരാനുള്ള സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. രാഘവ് ചഡ്ഡയ്ക്കുണ്ടായ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അയാൾ ബേസിക്കലി ഒരു ആൻറ്റി കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് ആൻറ്റി BJP ആയി, പിന്നെ യങ് ജനറേഷൻ ലീഡറായി, അതായത് ന്യൂജൻ ലീഡറായി, അതായത് സോഷ്യൽ മീഡിയയുടെ താരമായി മാറി. ഒരൊറ്റ ദിവസം കൊണ്ട് 15 ലക്ഷം പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അയാളെ അൺഫ്രണ്ട് ചെയ്തത്. അതായത് നിങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറിക്കഴിഞ്ഞാലും ജനങ്ങളൊരു സംഭവം അവർ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഒരു ന്യൂ ജനറേഷൻ ലീഡറാണെങ്കിലും ഒരു അപ്കമിങ് ലീഡറാണെങ്കിലും. അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ ജനങ്ങൾ തള്ളിക്കളയും രാഘവ് ചഡ്ഡയെ. പക്ഷെ ഒരു കാര്യമാണ്, അടുത്ത പ്രാവശ്യം BJP ടിക്കറ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ട് അയാളെ രാജ്യസഭ MP-യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ് കൊടുത്താക്കാൻ സാധ്യതയുണ്ട്. രാഘവ് ചഡ്ഡയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു കേജ്രിവാൾ മാറിക്കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി അയാളാകുമെന്ന്. ആ ഒരു സമയത്താണ് അധിഷ്ഠിയെ കൊണ്ടുവരുന്നത്. അതും രാഘവ് ചഡ്ഡയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പെട്ടെന്ന് മുഖ്യമന്ത്രി, കാരണം ന്യൂ ജനറേഷനിൽ എല്ലാം ഒരു ദിവസം കൂടെ നടക്കണം. കാരണം ഗ്രൗണ്ട് രാഷ്ട്രീയക്കാരനല്ല. ഈ രാഷ്ട്രീയത്തിൽ അനുഭവം എന്ന് പറഞ്ഞ വലിയ പരിജ്ഞാനമാണ്. അതില്ലാത്തവനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് സെലിബ്രിറ്റി ആണെങ്കിലും മറ്റുള്ള പണമുള്ളവനാണെങ്കിലും പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും അവിടെ നിൽക്കത്തില്ല. അവരെല്ലാം അത് വിട്ടുപോകും. ഇവരൊന്നും ഈ ബേസിക്കലി പെയിൻ എടുക്കാൻ തയ്യാറല്ല. ഇതാണ് അതിൻ്റെ കാരണം. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഭയമാണ്, അവരുടെ നിലനിൽപ്പാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഭയം BJP കൃത്യമായിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് നേരെയാക്കി അവരുടെ പാർട്ടിക്കകത്ത് അള്ളയെടുക്കുന്നു എന്ന് മാത്രം ഇതിനകത്ത് കരുതിയാൽ മതി. ഇത് കേജ്രിവാളിന് കിട്ടിയ ഏറ്റവും വലിയ സെറ്റ് ബാക്കാണ്. അയാൾ ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.